നന്നായി കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കേരള ഡിഷിൽ കറിവേപ്പിലേക്ക് എത്ര പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം രാഹുൽ ഈശ്വറിന് ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസിൽ ഞാൻ കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കച്ചവട പരിപാടി പ്രൊമോഷൻ നമ്മളൊരു റിയാക്ഷനാക്കി മാറ്റുകയാണ്. ഫെമിനിസം പൊതുവെ ഫാഷനബിൾ ആക്കാറുണ്ട്. എന്നാൽ ഫെമിനാസിസത്തിനെതിരെയുള്ള പോരാട്ടം കൂടി നമുക്ക് ഫാഷനബിൾ ആക്കിയാലോ? എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ടീഷർട്ടുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇത് മെൻസ് കമ്മീഷൻ ടീഷർട്ടുകൾ ആൻഡ് ഫെമിനാസിസം എന്ന് പറയുന്ന പാട്രിയാർക്ക് ആൻഡ് കോയുടെ ഇനീഷ്യേറ്റീവ് ആണ്. എനിക്ക് വളരെ ബ്രില്യന്റ് ആയിട്ട് ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഒരുപാട് ബ്രാൻഡ് പ്രൊമോഷൻ ഒക്കെ എനിക്ക് വരാം, പക്ഷേ ഞാൻ ആ കാര്യങ്ങളൊന്നും എടുക്കാം. പക്ഷേ ഇത് ആശയപരമായ ദാർശനികമായ ഒരു പോരാട്ടമാണ്. ഈ തീവ്ര ഫെമിനാസിസത്തിനെതിരെ ഒരു ഫൈറ്റാണ്. ഈ ഫെമിനാസിസം കുടുംബ സംവിധാനത്തെ ഇല്ലാതാക്കും, സ്ത്രീ പുരുഷന്മാരെ ഇല്ലാതാക്കും, കുട്ടികളെ ഇല്ലാതാക്കും, വരുന്ന തലമുറയെ ഇല്ലാതാക്കും. കാര്യം ഇവർക്ക് ദൈവത്തിലോ വിശ്വാസത്തിലോ കുടുംബത്തിലോ സംസ്കാരത്തിലോ ഒന്നും വിശ്വാസമില്ല. ആ ഫെമിനാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് പാട്രിയാർക്ക് ആൻഡ് കോയുടെ ഈ ഇനീഷ്യേറ്റീവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പാട്രിയാർക്ക് ആൻഡ് കോയുടെ ഈ ടീഷർട്ടുകൾ എൻഡോസ് ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ഒരു ടീഷർട്ട് അല്ല, അതൊരു മൂവ്മെന്റ് ആണ്. നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം ബയോ @patriarch.co ഇത് മേടിക്കാം. രാഹുൽ 50 എന്ന് എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. ഓർക്കുക, ഇത്തരം ഒരുപാട് ഫാഷനബിൾ ആയ കാര്യങ്ങൾ നമ്മുടെ യങ്സ്റ്റേഴ്സിൽ കൂടെ എത്തുമ്പോഴാണ് ഈ പുരുഷ കമ്മീഷൻ മൂവ്മെന്റ് കൂടുതൽ സാർത്ഥകമാകുന്നത്. സോ എൻഡോസ് patriarch.co ഇനീഷ്യേറ്റീവ്, ആ മെൻസ് കമ്മീഷൻ ടീഷർട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഐ ഹോപ്പ് യു വിൽ ലൈക്ക്. വീണ്ടും ഞാൻ ആ ഒരു സെയിം ഡയലോഗ് തന്നെ ചോദിക്കുകയാണ്. എന്നാ വിവരമുണ്ട് മാർക്കൊക്കെ? ഇവർ പറയുന്നതിനകത്ത് 5% കാര്യങ്ങൾ ന്യായമുള്ളതാണെന്നുണ്ടെങ്കിൽ ബാക്കി 95% കാര്യങ്ങളും വിഡ്ഢിത്തരങ്ങളായതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ടീമിനെ എതിർക്കുന്നത്. വിവരമില്ലായ്മ, മങ്കത്തരം തന്നെയാണ് കയ്യിൽ. ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു അധിനിവേശമാണ്, അത് എല്ലാ ആളുകളിലേക്ക് കടന്നു കയറുന്നു എന്നുള്ള ഒരു കാര്യത്തിനെതിരായിട്ടാണ് ഇവർ ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ഇവരുടെ മൂവ്മെന്റിനെ പറയുന്നത്. ഈ പാട്രിയാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാട്രിയാർക്ക് ആൻഡ് കോ ഏതോ ദാരിദ്ര്യം പിടിച്ച ഒരുത്തൻ സ്വന്തമായിട്ടൊരു ബനിയൻ കമ്പനി തുടങ്ങി അതിനിട്ടിരിക്കുന്ന ഒരു പേരാണ് ദ മെയിൽ ഹെഡ് ഓഫ് എ ഫാമിലി ഓർ ട്രൈബ്, ഗോത്രപിതാവ്. എനി ഓഫ് ദോസ് ബിബ്ലിക്കൽ ഫിഗേഴ്സ് റിഗാർഡഡ് as fathers of the human race, especially Abraham, Isaac and Jacob. ഒരു കൂട്ടത്തിന്റെ നേതാവിനെയാണ് പാട്രിയാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അഭിനിവേശമല്ലേ, അത്യാഗ്രഹമല്ലേ? നിങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ തന്തയായേക്കാം എന്നുള്ള ഒരു അത്യാഗ്രഹം. നിങ്ങളൊരു കൂട്ടത്തിന്റെ ലീഡർ ആവുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ക്വാളിറ്റീസിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ വ്യക്തി പ്രഭാവത്തിന്റെ അണ്ടറിൽ ആളുകൾ കണ്ണിനിരക്കാനായിട്ട് തോന്നുന്ന സമയത്താണ് നിങ്ങളൊരു കൂട്ടത്തിന്റെ ലീഡർ ആവുക. നിങ്ങൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളെ ഒരു ഗോത്രപിതാവ് അല്ലെങ്കിൽ ഒരു മേധാവി ആക്കില്ല. ശരിക്കും പറഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ പറ്റാത്ത ഒരു മെയിൽ എന്നുള്ള നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റാത്ത ആളുകളുടെ ഒരു അഭിനിവേശം, അത്യാഗ്രഹമാണ് ഈ പാട്രിയാർക്ക് ആവുക എന്നുള്ളത്.